ഇടുക്കി ബൈസൺ വാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗം 8 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സ്കൂളിലെ വിദ്യാർത്ഥിയും സഹപാഠിയുടെ മാതാപിതാക്കളും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പെപ്പർ സ്പ്രേ പ്രയോഗമുണ്ടായത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഇതിനു മുൻപുണ്ടായ സംഘർഷം അത് വിദ്യാർത്ഥിയും സഹപാഠിയുടെ മാതാപിതാക്കളും തമ്മിൽ അതിൽ നിന്നാണോ ഈ പെപ്പർ സ്പ്രേ പ്രയോഗത്തിലേക്കൊക്കെ കടന്നത്? ആരാണ് ഇങ്ങനെ ഈ കുട്ടികളുടെ നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിക്കാൻ ധൈര്യപ്പെട്ടത്? സ്മിത, ഇന്ന് രാവിലെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈ സംഘർഷം സ്കൂളിലെ കുട്ടിയും അതുപോലെ തന്നെ സഹപാഠിയുടെ മാതാപിതാക്കളും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്ന രാവിലെയാണ്. അത് ആ ഒരു സൗഹൃദ ബന്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സംഘർഷമായിരുന്നു. പിന്നീട് അതിനിടയിൽ +2 വിദ്യാർത്ഥി കയ്യിൽ കരുതിയിരുന്ന ഈ പെപ്പർ സ്പ്രേ എടുത്ത് ഈ മാതാപിതാക്കൾക്ക് നേരെ പ്രയോഗിക്കുകയായിരുന്നു. സഹപാഠിയുടെ മാതാപിതാക്കളാണ്, അവർക്ക് നേരെ പ്രയോഗിക്കുകയായിരുന്നു. അത് പിന്നീട് കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. അതിനിടയിൽ ഈ സഹപാഠിയുടെ മാതാപിതാക്കൾ ഈ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് പെപ്പർ സ്പ്രേ മേടിക്കുകയും ചുറ്റുമുള്ള ആളുകൾക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ കുട്ടിയും, അതായത് ഈ വിദ്യാർത്ഥിയും +1 വിദ്യാർത്ഥിയായിട്ടുള്ള കുട്ടിയും പെപ്പർ സ്പ്രേ ആദ്യം ഉപയോഗിച്ചിരുന്നു. അതിന് പിന്നാലെ മാതാപിതാക്കളും അത് പിടിച്ചു മേടിച്ച് ചുറ്റിനും നിന്ന ആളുകൾക്ക് നേരെ മുഖത്തേക്ക് വീഴുന്ന തരത്തിലൊക്കെ പ്രയോഗിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8ഓളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പെപ്പർ സ്പ്രേ പ്രയോഗത്തിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ 8 കുട്ടികൾ ചികിത്സയിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ബൈസൺ വാലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കാണ് ഈ പെപ്പർ സ്പ്രേ പ്രയോഗത്തിൽ പരിക്കേറ്റത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ പിന്നാമ്പുറ കഥകൾ, അല്ലെങ്കിൽ ഇത് ഈ പെപ്പർ സ്പ്രേ പ്രയോഗത്തിലേക്ക് വരെ എത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പോലീസാണ് വിശദീകരിക്കേണ്ടത്, പോലീസാണ് കണ്ടെത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും കുട്ടികൾക്ക് പരിക്കേറ്റു, അത് കാര്യമായ പരിക്കല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എങ്കിൽ കൂടിയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിന്റെ ചികിത്സയാണ് ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ തേടിക്കൊണ്ടിരിക്കുന്നത്. കുരുമുളക് സ്പ്രേ പ്രയോഗിച്ച് 8 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.